വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് ഭക്തിസാന്ദ്രമായ കർക്കിടകം 1 അതെ, പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുസിനൊക്കെ ഇന്നത്തെ ദിവസം തുടങ്ങി ഇന്നൊരു 7 ദിവസം വരെ ഭയങ്കര പ്രാധാന്യമുള്ള ദിവസങ്ങളായിട്ട് കാണും. എല്ലാ ആൾക്കാരും ഹിന്ദുസിന് മാത്രമല്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു സമയത്ത് കർക്കിടക കഞ്ഞി അല്ലെ, അങ്ങനത്തെ കുറെ ശുശ്രൂഷകൾ, പിന്നെ രാമായണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, കർക്കിടക മാസം പഞ്ഞമാസം ഒന്ന് പണ്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും പറയുന്നത്. കാരണം കൂടുതലും മഴയായിരിക്കും, അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് പണി ഉണ്ടാവില്ല. അങ്ങനെയുള്ള അതാണ് മെയിൻ ആയിട്ട്. മഴ ആയതുകൊണ്ട് തന്നെ പണികൾ കുറവായിരിക്കും എല്ലാ മേഖലയിലും ഉണ്ടാവും. അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി ആ മാസത്തിന്റെ പ്രത്യേകത കർക്കിടകം അല്ല, ഇത് വേറെ ഏത് മാസമാണെങ്കിലും മഞ്ഞമാസം ആവും സ്വാഭാവികമായിട്ടും. അങ്ങനെ ഗൈസ്, ഇതിപ്പോ ഞങ്ങള് റെഡിയായി നിൽക്കാട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങള് കൂടൽമാണിക്കത്ത് പോവാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. അപ്പൊ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് സ്വാഭാവികം. പക്ഷെ അങ്ങനെ നോക്കി പോകാൻ പറ്റില്ല ഗൈസ്. അപ്പൊ അഞ്ചും പിള്ളേരും ചേട്ടനാണെങ്കിൽ ഇവിടെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അപ്പൊ അവരും കൂടി വരട്ടെ. ഞങ്ങള് എന്ത് പോകുന്നതാണ്, കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക് പോകുന്നതായിരിക്കും ഗൈസ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ എന്റെ ചുരിദാർ എങ്ങനെയുണ്ട്? എന്റെ ഷർട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ട്. എന്റെ വാച്ച് എങ്ങനെയുണ്ട്? അപ്പൊ ഇതെനിക്ക് നീ ചേച്ചി വാങ്ങിച്ചതാണ്, വല്യമ്മയുടെ മോള് നീ ചേച്ചി വാങ്ങിച്ചതാണ്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ അങ്ങാണ്ടാന്ന് കൊണ്ടുവന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് അല്ല, വിഷുവിന് മുന്നങ്ങാണ്ട് വന്നപ്പോഴാണ് കൊണ്ടുവന്നത്. ഇപ്പോഴാണ് തയ്പ്പിച്ചിരുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച്. നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു, ഞാൻ മാത്രം പറഞ്ഞു. ഇവിടെ 2 റെഡ് കിളികൾ അല്ലി വന്ന് അല്ലിനോടേ ഇവര് ചോദിക്കുന്നില്ലേ ഹലോ പറയാൻ പറയുന്നേ. അല്ലിക്ക് ഭയങ്കര നാണാണ്, പൗറൊക്കെ അല്ലിക്ക്. കേറപ്പ നീ കേറ് കേറടാ. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പിടുന്ന ചേട്ടാ. നമ്മുടെ വീട്ടിലാണെങ്കിൽ രാവിലത്തെ എൻ്റെ അഞ്ചു എണീറ്റ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കർക്കിടകം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ചേച്ചി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അമ്പലത്തിൽ പോണേക്കാളും മുന്നായിട്ട് അഞ്ചും ചേട്ടനൊക്കെ കൂടിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടല്ലോ, അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയപ്പോൾ വിചാരിച്ചു അവരെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അപ്പോൾ അല്ലുക്കുട്ടനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര പവറാണ്, ഫേസ് കൊണ്ടുള്ള ഇങ്ങനത്തുള്ള ആക്ഷൻസും പിണക്കം, ഉറങ്ങിയ പോലൊക്കെ അഭിനയിക്കുക, കുട്ടി വലുതാകുന്നതിൻ്റെ സൂചനകളാണെന്ന് തോന്നുന്നു. ഐനൂസിന് ഇതൊന്നും അറിയില്ല കേട്ടോ, അവൻ ഭയങ്കര ഇന്നസെൻ്റാണ്. നമ്മുടെ വീഡിയോസിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അതിനൊരു പാവമല്ല, അത് അതിനൊരു പാവമാണ്, ഒരു പച്ചപ്രാക്കാണത്. അവനൊരു കള്ളത്തരം സംഭവങ്ങളൊന്നും ആക്ട് ചെയ്യാനൊന്നും അവൻ അറിയില്ല. അവൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ. പേട്ടൻ അവിടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നേരെ പണിക്ക് പോകാട്ടോ. ഞങ്ങൾ കൂടെ കൂടൽമാണിക്ക അമ്പലത്തിലേക്ക് വരുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പുതിയ ഡ്രസ്സാണ്, അപ്പോൾ ഞാൻ ഇട്ട് നോക്കുകയാണ് എങ്ങനെയുണ്ട്. എനിക്ക് ഷോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചേച്ചി എടുത്ത് തന്ന ഡ്രസ്സാട്ടോ. അപ്പം ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ചേച്ചിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒട്ടും വൈറ്റ് ചുരിദാർ ഒട്ടും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഒരു വൈറ്റ് ചുരിദാർ തയ്പ്പിച്ചിരുന്നത്. കാരണം ഞാൻ വൈറ്റ് എടുക്കാറില്ല, എനിക്ക് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് പേടിയാണ്, പെട്ടെന്ന് അഴുക്കാവില്ലേ ഡ്രസ്സുമ്മലൊക്കെ. അപ്പം ഞങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അഞ്ചുദേ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താലിമാല ഇട്ടതായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഒരു കുടുംബിനി, ഭയങ്കര ഒരു മെച്യൂരിറ്റി ലുക്ക്. അപ്പം ഞാനത് ഊരി വെച്ചു വിട്ടാ, അല്ലെങ്കിൽ തന്നെ സിന്ദൂരൊക്കെ വലുതാക്കി തൊട്ടിട്ട് എനിക്ക് നമ്മൾ ഞാൻ എൻ്റെ ഒരു ട്രഡീഷണൽ ഫേസ് അല്ല, കുറച്ച് ഒരു വേറൊരു ടൈപ്പാണ്. അഞ്ചുൻ്റെ ശരിക്കും ഒരു ട്രഡീഷണൽ ഫേസ് ആയിട്ട് അവൾക്ക് താലിമാല കിട്ടിയ രസമാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ നോക്കട്ടെ. പോണേക്കാളും മുന്നായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ ചെരുപ്പ് കഴുകാൻ പോയതായിരുന്നു കേട്ടോ. പിന്നെ ഇവരെ പാല് കുടിച്ചിട്ടുണ്ട്, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇനി വഴിക്കെപ്പോഴോ ചോദിക്കാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും സെറ്റാണ് ഗൈസ്. അച്ഛൻ അവിടെ അസംബിളിൽ നിന്ന് കയറാൻ ഒരു സ്ഥലം വരെ പോയതാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പിക്ക് ചെയ്യണം. അപ്പോൾ 2 പേരെ ഞാൻ റെഡ് കിളികളാക്കി, ചുവന്ന കിളികളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഈ അമ്പലത്തിലേക്ക് പോകാൻ പോണത്. ഞാനൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്, പുറത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്പലം, നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. സത്യം പറയട്ടെ, അവിടുത്തെ പ്രതിഷ്ഠ എന്താണെന്ന് ഞാൻ പോണ വഴിക്കാണ് ഞാൻ അച്ഛനോട് ചോദിച്ചത്. അപ്പോഴും ഭരതൻ എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ അമ്പലമാണ് കേട്ടോ, നമ്മുടെ കുടുംബക്ഷേത്രമാണ്, പണിക്കാട്ടിൽ അമ്പലമാണ്. ഇവിടെ തന്നെയാണ് പായുമ്മൽ അമ്പലം ഉള്ളത്. പായുമ്മൽ വാഴും ശത്രുജ്ഞ, ആ സംഭവമില്ലേ ആ പാട്ടിൽ, അതുകൊണ്ട് തന്നെ പായുമ്പലുള്ള പ്രതിഷ്ഠ ഞങ്ങൾക്ക് ശത്രുഘ്നാന്ന് അറിയാം. ഇരിഞ്ഞാലക്കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൊവിനോ തോമസിൻ്റെ വീടാണ്. ഇവിടുത്തെ ഗേറ്റ്
എപ്പോഴും ഇങ്ങനെ തുറന്നു കൊടുക്കും കേട്ടോ. ഒരിക്കൽ പോലും ഇങ്ങനെ അടച്ചിട്ട് കണ്ടിട്ടില്ല. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയിലാണ് കൂടൽ മാണിക്യം വരുന്നത്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ തന്നെയാണ് ഒരു 3 അമ്പലം ഉള്ളത്, അത് 4 അമ്പലത്തിൽ. അതുകൊണ്ട് തന്നെ തൃശ്ശൂർക്കാർക്ക് കുറച്ചും കൂടി എളുപ്പമാണ് പോയിട്ട് വരാനൊക്കെ. അതൊരു ഇതായിട്ട് ഞാൻ പറഞ്ഞതല്ല, കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അസല് തിരക്കാണ് കേട്ടോ. വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. ഞാൻ നോക്കിയപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൻ്റെ ഒരു വ്യൂ എടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, വെള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് നിഖിൽ ചേട്ടൻ അവിടെ കാറ് പാർക്ക് ചെയ്യാൻ പോയിരിക്കുക കേട്ടോ. അയിനൂനും മല്ലൂനും കാശിക്കും ഒക്കെ ഉറക്കക്ഷീണുണ്ട്. പാർക്കുട്ടൻ ഞങ്ങൾ ലെഹങ്ക ഒക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെയൊക്കെ സ്കൂളില്ലാത്ത സമയത്തും പിന്നെ ഇങ്ങനെ അമ്പലങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെയാണ് പട്ടുപാവട ലെഹങ്ക ഒക്കെ ഇടിപ്പിക്കുന്നത്, മിടിപ്പിച്ച് കൊതി തീർക്കുന്നത്. അപ്പോൾ അല്ലുക്കുട്ടനാണെങ്കിൽ അച്ഛമ്മയുടെ അടുത്ത് പോയിട്ട് എന്തോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യം ആലോചിക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ അമ്മനോട് പറയായിരുന്നു, അല്ലു ഇപ്പോൾ ശരിക്കും നിഖിൽ ചേട്ടൻ്റെ പോലെ ആയിട്ട് വരുന്നുണ്ട്. കറക്റ്റ് ആ ഒരു പിരികത്തിൻ്റെ പിടുത്തമൊക്കെ ആയിട്ട്. ആദ്യം കറക്റ്റ് എൻ്റെ പോലെ ആയിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ശരിക്കും നിഖിൽ ചേട്ടൻ്റെ പോലെയാണ്. എന്തായാലും കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ മക്കൾ അച്ഛന്മാരെ പോലെയാണെന്ന് പറയുമ്പോൾ നമുക്കതൊരു ചെറിയൊരു പ്രൗഡല്ലേ. എന്തെങ്കിലും ആവട്ടെ അല്ലേ. അങ്ങനത്തെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യൂ നിൽക്കുകയാണ്. വലിയ ക്യൂ ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ തൃപ്പാറൊക്കെ നിൽക്കൂലേ, ആ ക്യൂ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഉള്ളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു ഉണ്ണികളുടെയും ആണുങ്ങളുടെ ഒക്കെ ഷർട്ടായാലും ടീഷർട്ടായാലും അഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് അവർ അഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫോണും സംഭവങ്ങളൊന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറി തൊഴുതുമ്പോൾ നമുക്ക് ഫോണിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ തൊഴുതിറങ്ങുന്ന ഒരു സീനാണ് കണ്ടത്. പിള്ളേർ നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഓടിച്ചാടി കളിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും നോക്കായിരുന്നത് എന്തോരം പിള്ളേരാ, ഇത് ആരുടെ പിള്ളേരാന്ന് പറഞ്ഞിട്ട്. ഞങ്ങളോട് നിഖിൽ ചേട്ടൻ പറയായിരുന്നു, ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോയെന്ന്. ശരിയായിട്ട് കുറേ സേവ് ദി ഡേറ്റിലും അതേപോലെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചെക്കനെ മണ്ടൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ പുല്ലൊക്കെ മൂടി കിടക്കാൻ നല്ല രസമുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. പിള്ളേരാണെങ്കിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു കൊടുത്തു. അച്ചാച്ചനും നിഖിൽ ചേട്ടൻ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയായിട്ട്. ഇവന്മാർ 3 പേരുള്ളതുകൊണ്ടിരിക്കുക, എവിടെ പോയാലും ഉത്സവമാണ്. ഒരാളുള്ളെങ്കിൽ ഇവർ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. പക്ഷെ 3 പേരുണ്ടായാൽ ഇവരേ അല്ലാതാവും. അമ്പലക്കുളമൊക്കെ കണ്ടു. ഈ അമ്പലത്തിന് ചുറ്റും അങ്ങനെ നടക്കാൻ പറ്റൂട്ടെ. ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നതാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടന്നു വരാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന് നിന്നില്ല, നമ്മൾ പോരാം എന്നുള്ളൊരു സംഭവത്തിലാണ്. നല്ല രസമുണ്ട്. ആദ്യമായിട്ട് പോയതുകൊണ്ട് തന്നെ കുറച്ച് കാണാനൊക്കെ ഉണ്ട്. നല്ലൊരു എന്താ പറയുക, മനസ്സിന് നല്ലൊരു സുഖം കിട്ടും. പിന്നെ മഴക്കാലമാണ്, മേഘങ്ങളൊക്കെ മൂടിക്കെട്ടി നിൽക്കുന്നു. അപ്പോൾ അതൊരു പ്രത്യേകമായ രസമല്ല, ഒരു ഇത് തന്നെയാണ്. നമുക്കത് ഫീൽ ചെയ്യുന്നവർക്കത് രസമായിരിക്കും അത്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, ഞങ്ങൾ പോണ വഴിക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ട്. നല്ല വിശപ്പുണ്ട്. രാവിലെ വീട്ടിൽ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിക്കാൻ നിന്നില്ല. നമ്മൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴതിൻ്റെ ഇടയ്ക്കാണ് 5 തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയത്. അപ്പോൾ അവർ പോട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിന്നു. പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുകയായിരുന്നു, പക്ഷെ എന്നാലും കഴിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ അമ്പലങ്ങളിലൊക്കെ ചുറ്റി നിന്ന് കറങ്ങി കണ്ടു. ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് ഇതേപോലെ കുറേ കലാവിരുദ്ധകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. ഇവിടെ പുറത്തൊന്നും ഇപ്പോൾ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയമായപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒന്ന് വന്ന് തൊഴുതിറങ്ങി പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ പുറത്താണെങ്കിൽ ഒരുപാട് കടകളൊന്നുമില്ല. മറ്റേ വളമാല അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഇവരെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടൊന്നും വലിയ കടകളൊന്നുമില്ല. ഈ ഒരൊറ്റ കട ഞാനിവിടെ കണ്ടുള്ളൂ. പിന്നെ അല്ലാതെ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. മറ്റേ സാമ്പ്രാണി, പിന്നെ കാട്ടുള്ളി തൈലൊക്കെ ഇല്ലേ, അതേപോലെ ഇങ്ങനെ ഐറ്റംസൊക്കെ കണ്ടു.
പിന്നെ കൊതുക് തിരി സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ചേച്ചിയുടെ കണ്ടില്ലേ, ഇത് അച്ഛനെ ചെന്ന് നോക്കുകയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊതുക് തിരിയുടെ സംഭവം കത്തിച്ചിട്ടിട്ട് വെക്കുന്ന ആ ഒരു പാത്രങ്ങളൊക്കെ ഇല്ല, എനിക്ക് കറക്റ്റ് പറഞ്ഞിട്ട്. പിന്നെ ഈ മുൾത്താനി മിട്ടി അങ്ങനെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർ ഉണ്ടാക്കി കൊണ്ട് അവിടെ വെക്കുന്നതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അച്ഛൻ്റെ ഈ ഒരു സംഭവം എടുത്തിരുന്നു, ആ ഒരു കൊതുക് പോകാൻ വേണ്ടി നമ്മൾ വീട്ടിൽ കത്തിച്ചേക്കൂലേ, അത് ചെറിയ ചെറിയ പീസുകളായിട്ട്, അത് അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നീൽച്ചേട്ടൻ കാർ എടുക്കാൻ പോയിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്. നമ്മൾ തൊട്ടടുത്തുള്ള ഏത് ഹോട്ടലാണ്, നമ്മൾ വീനസ് ഹോട്ടലുണ്ട് അവിടെ നമ്മുടെ ഇരിങ്ങാലക്കുട സ്റ്റാൻഡിൽ തന്നെ, ഡാണാവിന്ന് കിഴക്കോട്ട് പോകുന്ന ഒരു സൈഡിലായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയിട്ട് ഒരു മസാല ദോശ അങ്ങോട്ട് കാച്ചാന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്, ഞാൻ കയറിയിട്ടില്ല മുന്നേ, ഫാമിലി ആയിട്ട് കയറുന്നത്. ഇവിടെ എത്തിയപ്പോഴും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അമ്പലങ്ങളിലേക്ക് വന്ന് പോകുന്നവരെ തിരക്കാണ് ഈ ഒരു സമയത്ത്. ഇതിനിടയിൽ 11:15, അതിൻ്റെ ഇടയിൽ കുറേ പേര് അതിൻ്റെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഊണൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും നല്ല വിശപ്പുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിശപ്പിനൊരു കുറവില്ല, ഉള്ളിലേക്ക് പോണ ഭക്ഷണത്തിന് ആണ് എൻ്റെ പ്രശ്നം. ഞാൻ ചിലപ്പോൾ കുറച്ച് കഴിക്കുമ്പോഴേക്കും എനിക്ക് വയറ് നിറയും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ വല്ല നോണൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും കേട്ടോ. അത് നമുക്കെന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ മീൻ മിക്ക ദിവസങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്നതാണ് കേട്ടോ. അങ്ങനത്തെ നമ്മൾ മസാല ദോശ തന്നെയാണ് പറഞ്ഞത്. നിഖിൽ ചേട്ടൻ നിഖിൽ ചേട്ടൻ പൊറോട്ടയും എന്തോ ഗ്രീമീസ് കറി അങ്ങനെ എന്തോ ഒന്നുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ മസാല ദോശ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ദോശയായിരുന്നു, നന്നായി എനിക്ക് കിട്ടിയ ദോശ നന്നായി മുരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മസാലയാണെങ്കിലും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വട വാങ്ങിച്ചു 2 കേട്ടോ. അപ്പോൾ അത് കഴിച്ചു നോക്കിയപ്പോഴും ഓക്കെ ആയിരുന്നു. പിന്നെ ചട്നിയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആണ് ഇങ്ങനെ പ്ലേറ്റ്സിൽ കൊണ്ടുവയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ മസാല ദോശ കഴിക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പാത്രത്തിൽ വലിയ പോണിയിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കാറാണ് പതിവ് കേട്ടോ. ഇതിങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിലൊക്കെ ആയിട്ട് ഓക്കെ അങ്ങനെ ഇത് കഴിച്ചിറങ്ങി. എന്തായാലും വയറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ചാച്ചന് എന്താ പിള്ളേർക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ലേറ്റ് ആയതായിട്ടോ. അപ്പോൾ വരുന്ന വഴി അച്ഛൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എസ്എംപുരത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ 3 പിള്ളേരും ഉറങ്ങുകയാണ്. ഇപ്പോൾ സമയം 12:30 ആയിട്ടുള്ളൂ. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു, കാരണം ഏകദേശം ദോശയൊക്കെ കഴിച്ചോളാണ്. അല്ലും കഴിച്ച് നന്നായി കഴിച്ചാട്ടോ. വീട്ടിലെത്തി ഒരു 10 മിനിറ്റ് കിടന്നപ്പോഴേക്ക് ഇവർ 2 പേരും എണീറ്റു. ഇതേ അച്ഛൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. നീൽച്ചേട്ടൻ എങ്ങോട്ടോ പോകുമെന്ന് വിചാരിച്ചിട്ട് നീൽച്ചേട്ടനെ പിടിവിടാണ്ട് മുറുക്കെ പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനൊന്നും ഇരുന്നതാണ്, കാരണം ഇവരൊന്നും ഉറങ്ങിയിരുന്നെങ്കിൽ എനിക്കൊരു 5 മിനിറ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു, വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവരിവിടെ കിടന്നപ്പോഴേക്ക് ഇവരെന്നെ പറ്റിച്ചു എണീറ്റു കേട്ടോ. അങ്ങനെ ആ ഒരു ഉച്ച സമയം അങ്ങനെ കഴിഞ്ഞു. ചോറൊക്കെ കൊണ്ട് കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരമാണ്, 6:15 സമയം. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി മുടി വെട്ടിയോ, എന്തിനാ മുടി വെട്ടിയതൊക്കെ വീഡിയോസിൽ ചോദിക്കുന്നുണ്ട്. മുടി വെട്ടിയിട്ടോ ഗായ്സ്, മുടി വെട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് വൃത്തിയായി തോന്നുന്നുണ്ട്. എന്തായാലും കുറച്ച് ലെങ്ത്ത് കുറഞ്ഞാലും വൃത്തിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിളക്ക് കാട്ടിട്ട് 5 പാറുവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി, കൈകാലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് മേലും കഴുകിയും അങ്ങനെ വിളക്ക് കാട്ടാൻ പോവാണ്. കർക്കിടകല്ലേ, അപ്പോൾ നമുക്ക് ഐശ്വര്യത്തിൻ്റെ കാട്ടാം. അപ്പോൾ ഇത് കാണുമ്പോൾ ഇപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യും കേട്ടോ, 5 രാവിലെ വിളക്ക് കാണിച്ചു, ചേച്ചി രാവിലെ വിളക്ക് കാണിക്കും, അനിയത്തി രാത്രി വിളക്ക് കാണിക്കുന്നൊക്കെ. അഫ്കോഴ്സ് അതങ്ങനെയല്ലേ, നമ്മുടെ വീട്ടിൽ 2-3 പേരുണ്ടെങ്കിൽ അതിനനുസരിച്ചല്ലേ കാണിക്കാത്ത, അതല്ലാതെ ഒരുമിച്ച് രാവിലെ വിളക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. 2 പേരും ഒരുമിച്ച് വിളക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു 5 തിരിയിട്ടിട്ട് കത്തിക്കാനായിട്ടോ അന്ന് കറക്കിടയല്ലേ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ചന്ദനത്തിരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പാക്കറ്റിൽ 2-3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ അത് മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ ചന്ദനത്തിരി വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ വിളക്കൊക്കെ ഒന്ന് എടുത്ത് തുടച്ചു, അതിലേക്ക് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ചു, ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്, തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ സെറ്റാക്കി വെച്ചതിന് ശേഷം പുറത്ത് പോയിട്ട് നമുക്കൊന്ന് അടിച്ച് തുടയ്ക്കണം. സിറ്റൗട്ട് ഓൾറെഡി നമ്മൾ തുടച്ചിടുന്നതാണ്, എങ്കിൽ പോലും ഈ ഒരു സമയമാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യും കേട്ടോ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഇങ്ങനെ തുടച്ചിട്ട് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ചെരുമ്പ് അടിച്ചിടും, എന്നിട്ട് പിന്നെ നേരെ വിളക്കാട്ടാട്ടോ ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോഴാണ് അമ്മയുടെ കുറേ ശീലങ്ങളൊക്കെ ഞങ്ങളും പഠിച്ചത്. തുടച്ചതിന് ശേഷം ഇതേപോലെ മുന്തയിൽ വെള്ളമൊക്കെ കൊണ്ടുവച്ചു, വിളക്കിൻ്റെ അടിയിൽ മറ്റേ തളികൊക്കെ വെച്ചിട്ടാണ് ഇവിടെയൊക്കെ വിളക്ക് കാട്ടുക. അപ്പോൾ എന്തായാലും നമുക്ക് വിളക്ക് കാട്ടാം അല്ലേ. വെറുതെ പിടിപ്പിച്ചാൽ മതി, തട്ട് കൊണ്ടിരിക്കണം.
ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ വൈകിട്ട് വീട്ടിൽ വിളക്ക് കെട്ടുമ്പോൾ ഒരാളല്ല കേട്ടോ, ഇവർ 3 പേരും വന്ന് വിളക്കും പിടിക്കണം. നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ. കാശു അതിന് ഇവിടെ ഇല്ല, അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെയും പോയിരിക്കുകയാണ്, അമ്മയുടെ വീട്ടിൽ പോയിരിക്കുക കേട്ടോ. അതായിട്ട് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു കർക്കിടക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാസം ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇന്നില്ലാതെ എല്ലാവരും നന്നായിരിക്കട്ടെ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.